അപ്പം ഞങ്ങൾ ഇന്ന് അഷ്ടമി വിടാൻ പോവാണ്. നിങ്ങൾ മന്നുണ്ടോ? ഞങ്ങളിവിടെ പോര്. അപ്പം നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. അപ്പം നമ്മൾ ദാണ്ടെ അമ്പലത്തിൻ്റെ അവിടെ വാതിക്കെ വന്നേക്കാണ്. വണ്ടിയൊക്കെ അവിടെ പടിഞ്ഞാറേ നടയുടെ അവിടെ വെച്ചിട്ട് നമ്മൾ പതുക്കെ അമ്പലത്തിൽ കയറി. എന്താണേലും ആദ്യമായിട്ട് കുഞ്ഞുമായിട്ട് പോകുന്നതാണ്. അപ്പോൾ അമ്പലത്തിൽ കയറാനായിട്ട് ഞങ്ങളിതിലെയാണ് കയറുന്നത്. വണ്ടിയൊക്കെ വെച്ച് ചെരുപ്പൊക്കെ പുറത്ത് ഊരിയിട്ടിട്ട് ഞങ്ങൾ കയറുവാണ്. കുഞ്ഞ് ആദ്യമായിട്ടാണ് അമ്പലത്തിനകത്ത് കയറുന്നത്. അപ്പം ഞങ്ങളിങ്ങനെ കയറുവാണ്. നല്ല കല്ലൊക്കെ വിരിച്ചിട്ടുള്ള വഴിയാണുള്ളത്. പിന്നെ അതിൻ്റെ ചുറ്റിനും നല്ല മണലാണ്. നമുക്ക് നടക്കാനൊക്കെ കാലിനൊക്കെ നല്ല സുഖമാണ് നടക്കാനൊക്കെ അതിൽ. അപ്പോൾ ഭയങ്കര തിരക്കാണ്, ശരിക്കും നല്ല തിരക്കുണ്ട്. അപ്പോൾ ഇതാണ് അഷ്ടമിയുടെ ദിവസം ആയിട്ടില്ല. 12 ദിവസമാണ് നമുക്ക് അഷ്ടമി ഉള്ളത്. അതിൽ ഞങ്ങൾ ഒരു സൺഡേ വന്നപ്പോൾ ഞങ്ങളങ്ങനെ പോയതാണ്. ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാവരും ഫ്രീ ആയിട്ടുള്ള ദിവസമായതുകൊണ്ട് എല്ലാവരും അമ്പലത്തിൽ വന്നേക്കാണ്. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ അവിടെ കുങ്കുമം കണ്ടു. പിന്നെ ഇതിപ്പോൾ ആനകൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഞങ്ങളതിൻ്റെ അടുത്ത് നിന്ന് കുറേ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു. ഇത് നന്ദികേശൻ്റെ ചെവിയിൽ അങ്ങനെ പറയുന്നതെല്ലാം നടക്കും എന്നുള്ളൊരു വിശ്വാസമാണ്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴുള്ള കാഴ്ചകളാണ് കാണുന്നത്. ബലൂണുകളൊക്കെ, ഹൈഡ്രജൻ ബലൂണൊക്കെ നല്ല വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് പലഹാരവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഒരുപാട് നേരം അങ്ങനെ നടന്നു. കുറേ കാണാനുള്ള വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുലുക്കി സർബത്ത്, കാന്താരി ഹൽവ, പിന്നെ അവിടെ വെറൈറ്റി ആയിട്ട് ഈ പ്രാവശ്യം വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരിക്കിൻ്റെ ഷേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അടിപൊളിയാണ്. കോഴിക്കോടൻ ഹൽവ, ഇങ്ങനെ ഒത്തിരി സാധനങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ നേരം നടന്നു. അങ്ങനെ അമ്പലത്തിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞിട്ട് അമ്പലത്തിൽ തൊഴുത് കഴിഞ്ഞ് ഇറങ്ങി ഇതുപോലെ നടന്ന് കാഴ്ചകളെല്ലാം കണ്ട് സാധനങ്ങളൊക്കെ മേടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നേരം അങ്ങനെ പോകും. അപ്പോൾ കുഞ്ഞിടക്ക് കുറച്ച് അലമ്പുണ്ടാക്കിക്കൊണ്ട് ഞങ്ങളൊരു ബലൂൺ മേടിച്ച് കൈ കൊടുത്തേക്കണതാണ്. പുള്ളിക്കാരി അതിൽ LED ഒക്കെ കണ്ട് ഇങ്ങനെ തിളങ്ങുന്നതൊക്കെ കണ്ട് രസിച്ചൊക്കെ ഇരിക്കുകയാണ്. കഴിഞ്ഞ് ഞങ്ങളൊരു ബൂസ്റ്റ് കുലുക്കി കുടിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. കുലുക്കി സർബത്ത് എടുക്കുന്നത് ചേട്ടന്മാരെടുക്കുന്നത് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നത് കണ്ടപ്പോഴേക്കും അവർ ഒന്നും കൂടെ ചെയ്ത് കാണിക്കും. അപ്പോൾ കുഞ്ഞിന് അത് വേണമെന്ന് പറഞ്ഞിട്ട് അതിന് കുറേ കടന്നെഴുത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മുടെ വൈക്കം സത്യാഗ്രഹ സ്മാരകമാണ്. ഇതൊക്കെ പുതിയതായിട്ട് അവിടെ വന്നതാണ് കേട്ടോ. ഇതിന് മുമ്പ് അതൊന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പോഴായിട്ടൊക്കെ ചെയ്തതാണ്. അതിനുശേഷം ഞങ്ങൾ ബോട്ട് ജെട്ടിയൊക്കെ കാണാൻ പോയി. പിന്നെ ഇത് അവിടുത്തെ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു റെസ്റ്റോറൻ്റാണ്. 2 ഡബിൾ ഡക്കർ പോലത്തെ ബസ് പോലെ ഒരു ഷേപ്പിൽ ചെയ്തേക്കുന്ന ഒരു റെസ്റ്റോറൻ്റാണ്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലുള്ള ഇതൊക്കെ ഇപ്രാവശ്യമായിട്ടാണ് കൂടുതലും ഇവിടെയൊക്കെ ഇങ്ങനെയൊക്കെ വന്നേക്കുന്നത്. ഇതിന് മുമ്പ് അങ്ങനെ അതിന് മാത്രം ഇതുപോലെ കച്ചവടക്കാരൊന്നും അതിൻ്റെ ഫ്രണ്ടിലൊന്നും ഉണ്ടായിട്ടുള്ളതല്ല. ഇപ്രാവശ്യം നല്ല ഇഷ്ടം പോലെ കടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളത് കഴിഞ്ഞ് അങ്ങേയറ്റത്തേക്ക് പോകണം. അങ്ങേയറ്റത്തേക്ക് പോകുമ്പോൾ ഭയങ്കര ആൾക്കൂട്ടാണ്. ഇവിടെയാണ് അഷ്ടമി ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഫുള്ള് എല്ലാ റൈഡും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇത് ഞങ്ങളെ പരിചയമുള്ള ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ആൾക്കാർ തന്നെയാണ്. അതിന് ഞങ്ങളൊരു ഷേക്ക് മേടിച്ചു, കരിക്ക് ഷേക്ക് മേടിച്ച്. അടിപൊളിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് അത് കുടിക്കുന്നത്. നല്ലതായിരുന്നു. അപ്പോഴേക്കും കുഞ്ഞ് ബഹളം കഴിഞ്ഞിട്ട് ആൾ ഉറങ്ങിക്കഴിഞ്ഞു. ഞങ്ങളങ്ങനെ പിന്നെ പോയി. ആകാശ ഊഞ്ഞാല മാത്രമേ കാണാൻ സാധിച്ചുള്ളൂ. അതിനുള്ളിൽ കയറാൻ ഒന്നാമത് ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ കുഞ്ഞ് ആകെ ബഹളം വെച്ചതുകൊണ്ട് ഞങ്ങൾ അതിനുള്ളിലോട്ട് കയറാൻ പോയില്ല. അതിനുള്ളിലാണെങ്കിൽ ഒരുപാട് റൈഡുകളും കാര്യങ്ങളും അതുപോലെ തന്നെ എക്സിബിഷൻ പോലെ ഒരുപാട് മൃഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത്. പിന്നെ കുട്ടികൾക്ക് കയറി കളിക്കാനുള്ള എല്ലാം. ഇത് നമ്മൾ അഷ്ടമി തീരുന്ന അന്നത്തെ വെളുപ്പിലത്തെ ചടങ്ങാണിത്. വിട പറയലാണ്. ഉദയനാപുരത്തപ്പനും വൈക്കത്തപ്പനും തമ്മിൽ വിട പറയുന്ന ചടങ്ങാണ് ഈ കാണുന്നത്. ഇത് വെളുപ്പിന് 4 മണിയോടുകൂടിയൊക്കെ ആയിരിക്കും നടക്കുന്നത്. നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അങ്ങനെ എന്താണേലും 12 ദിവസത്തെ അഷ്ടമി ഈ കൊല്ലം അടിച്ചു പൊളിച്ച് എല്ലാവരും അങ്ങനെ മതമോ അങ്ങനെ ഒന്നും നോക്കാതെ എല്ലാവരും വന്ന് കൂടി അടിപൊളിയായി.